ഇപ്പൊ ഒരു ഫാമിലിയില് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അടുത്തത് ഒരു ആൺകുട്ടി ആവാനായിരിക്കും ആഗ്രഹം. അതെല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അടുത്തൊരു പ്രഗ്നന്റ് ആ കുട്ടി ആയി കഴിയുമ്പോ അടുത്തൊരു കുട്ടിക്ക് വേണ്ടി അവർ നോക്കുമ്പോ അവരുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, വേണ്ട അവരുടെ ഏറ്റവും ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ആൺകുട്ടികളെയാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. കാരണം പെൺകുട്ടികളേലും കൂടുതൽ ഒരു ആൺകുട്ടി വേണം, ഒരു കുടുംബത്തിന്റെ പേര് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ ഉള്ള ഒരു ചിന്തകളാണ് അങ്ങനെ പറയുന്നത്. അവസാനം അതും പെൺകുട്ടി തന്നെ ആവുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവും. അപ്പൊ ആ പ്രസവിച്ചെടുക്കുന്ന ആ അമ്മയുടെ അവസ്ഥ ആരും ചിന്തിക്കില്ല. കാരണം അത് വിഷമിക്കാൻ പറ്റാത്തൊരു സമയത്താണ് ഇവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ചതുകൊണ്ട് അതിനും കൂടുതൽ വിഷമാവും. ആ സമയം ആദ്യത്തെ ഒരു ആൺകുട്ടിയാണെന്നിരിക്കട്ടെ, ആദ്യത്തെ ഒരു ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ഇപ്പൊ പെണ്ണായാലും ആണായാലും വലിയ പ്രശ്നമൊന്നുമില്ല ആർക്കും. കാരണം രണ്ടാണ് മൂന്നാണൊക്കെ ഉണ്ടായ ഭാഗ്യാണെന്നാണ് പണ്ട് പറയണത്. പെൺപിള്ളേര് മാത്രമായ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം പോലെ. കാരണം ഭാഗ്യമില്ലാത്തവര്, അതും പെണ്ണ്, അല്ലെങ്കിൽ അതുമാണെന്ന് പറയുന്നത് ആരും ഉണ്ടാവില്ല. പിന്നെ ചിലവർക്കൊക്കെ പെൺകുട്ടികളോട് താല്പര്യമുള്ളവരും ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും പൊതുവേ വീടിന്റെ പേര് നിലനിർത്താൻ ആൺകുട്ടി വേണം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് നല്ല മക്കൾ ഉണ്ടാകുക, അവരെ നല്ല രീതിയിൽ വളർത്തുക, അതൊക്കെയാണ് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല രീതിയിൽ വളർത്താൻ, അവരെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു തിരിക്കാണ്ട് നമ്മൾ നോക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ?